എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് രാവിലെ തൊട്ട് ഒരു ഹൈ ഓപ്പണിംഗ് വന്നു. അതിനുശേഷം ജസ്റ്റ് സി-പാൻ്റെ ലോവർ ലെവലിൽ സപ്പോർട്ട് എടുത്തു. വൺ സൈഡ് പിന്നെ മുകളിലോട്ട് തന്നെ കയറ്റമായിരുന്നു. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ആണ് ക്ലോസ് അയക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയാണ് ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ കൊടുത്ത നിഫ്റ്റിക്ക് മൂവ്മെൻറ്റിന്. ബാങ്ക് നിഫ്റ്റി ഏകദേശം 2.5% കയറിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇവിടെ നോക്കിയാൽ അറിയാം, CPR സപ്പോർട്ട് എടുത്ത് നേരെ വൺ സൈഡ് പോക്കായിരുന്നു. പ്രീവിയസ് ഡേ ഹൈ അടിച്ചതിന് ശേഷം അവിടെ വീണ്ടും സപ്പോർട്ട് എടുത്ത് വീണ്ടും നല്ല രീതിയിൽ കയറിപ്പോൾ വൺ സൈഡ് മൂവ്മെൻറ്റ്. അപ്പോൾ വേൾഡ് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് നാളത്തെ ഷെയർ വേൾഡ് മാർക്കറ്റെല്ലാം ഫ്ലാറ്റാണ്. വലിയ മൂവ്മെൻ്റായിട്ട് പറയാൻ പറ്റുന്നില്ല. യൂറോപ്യൻ മാർക്കറ്റെല്ലാം ഫ്ലാറ്റാണ്. ഡോ ജോൺസും ചെറിയ പ്ലസ് നിൽക്കുന്നു. ഏഷ്യൻ മാർക്കറ്റെല്ലാം പ്ലസ്സിലായിരുന്നു. വലിയ മൂവ്മെൻറ്റ് ഇതായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ നാളെ നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തേക്കുന്ന ഷെയറുകൾ ശ്രദ്ധിക്കാം. 14 ഷെയറേ ഞാൻ എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം അതിൽ കൂടുതലുണ്ടായിരുന്നു. നമ്മുടെ ട്രേഡിംഗ് രീതിയെ പറ്റിയുള്ള വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എപ്പോഴും കൊടുക്കാറുണ്ട്. അത് നോക്കിയിട്ട് വേണം, എങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് വേണം പുതിയ ആൾക്കാർ ഇതിൻ്റെ അകത്ത് ട്രേഡിങ് എടുക്കാൻ വേണ്ടി. പലരും പിന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ട്രേഡിങ് അറിയാതെ എടുത്തിട്ട് ലോസ് ആക്കി വെക്കുന്നുണ്ട്. അതുപോലെ ഈ തരുന്ന ഷെയറിനകത്ത് ഏതെങ്കിലും ഷെയർ, പ്രത്യേകിച്ച് ഈ 5-6% ഒക്കെയുള്ള ഷെയറിനകത്ത് ചിലപ്പോൾ ഹെവി മൂവ്മെൻറ്റ് വരാൻ ചാൻസ് കൂടുതൽ. അങ്ങനെയുള്ള സമയത്ത് ഹെവി മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഷെയറിനകത്ത് ഒരു പെട്ടെന്ന് 3-4 രൂപ, ഇപ്പോൾ 200 രൂപയുടെ ഒരു ഷെയർ 3-4 രൂപ പെട്ടെന്ന് കയറുക, പെട്ടെന്ന് ഇറങ്ങുക. അപ്പോഴേ ഓർത്തോണം അതിനകത്ത് ഓപ്പറേറ്റർ ഗെയിമാണ്. അത് മുകളിലും താഴെ എല്ലാം ട്രേഡ് ചെയ്ത് നമുക്ക് പണി തരും. അപ്പോൾ അങ്ങനെയുള്ള ഷെയറിന് മാറി നിൽക്കുക. വേറെ നല്ല സ്ഥിരതയാർന്ന രീതിയിൽ പോകുന്ന പതുക്കെയല്ല, ഒരു ഇതിൽ കയറി പോകുന്ന, ഒരു താളത്തിൽ കയറി പോകുന്ന ഷെയറുകളുണ്ട്. അത് പോയി ഒരു ലെവലിന് താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ചാൻസ് എടുക്കാം. ഇന്ന് ഏജീസ് കെമിക്കൽ എന്ന് പറയുന്ന ഷെയർ ഹെവി മൂവ്മെൻറ്റാണ്. അത് ഓരോ ലെവൽ കട്ട് ചെയ്യുന്നത് നല്ല ജമ്പ് ചെയ്താണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഉറപ്പായിട്ട് അന്നേരം നമുക്കറിയാൻ പറ്റും അത് ഓപ്പറേറ്ററാണ് അതിനകത്തിരുന്ന് പണി ചെയ്യുന്നത്. നമുക്ക് സാധാ റീറ്റെയിലേഴ്സിനെല്ലാം പണി കൊടുക്കും. ഇന്ന് 9% അത് കാണിച്ചിട്ടുണ്ട് പ്ലസ്സിൽ. പക്ഷേ നല്ല ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. എന്തായാലും നാളെ ഞാൻ ഏറ്റവും നല്ല രീതിയിൽ നോക്കുന്ന ഷെയർ ഈ ഏജീസ് കെമിക്കലായിരിക്കും. എനിക്കിതിനകത്ത് പ്രോഫിറ്റ് ഉണ്ട്, പക്ഷേ അതിനകത്തുള്ള മൂവ്മെൻറ്റ് സാധാരണ ട്രേഡേഴ്സിനെ പറ്റിക്കുന്ന രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. ഇതിൽ നാളെ ഈ ഷെയർ ഒന്നുകിൽ ഈ R1 മുകളിൽ പോയിട്ട്, R1 അല്ല, ഈ പ്രീവിയസ് ഡേ ഹൈ 707.45 ഇതിന് മുകളിൽ പോയിട്ട് ഒരു പ്രാവശ്യം ഇറങ്ങുന്ന കണ്ടാൽ നമുക്ക് ഇപ്പം ഒരു 714-15 രൂപയൊക്കെ കയറിയിട്ടാണ് ഈ ഒരു ലെവൽ ഇറങ്ങുന്നതെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങി വരാൻ ചാൻസ് കൂടുതലാണ് ഈ ഷെയറിനകത്ത്. അതല്ല എങ്കിൽ ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് 725 മുകളിൽ പോയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഏറ്റവും നല്ലത്. ഈ ലെവൽ R1 എന്ന് പറയുമ്പോൾ ഏകദേശം 5% മുകളിലാകും. ഓപ്പണിങ്ങിൽ ഒരു 5% മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഒരു ഷെയറാണ് നാളെ ഏജീസ് കെമിക്കൽ. ഇന്ന് എനിക്കറിയാം കുറച്ച് പേര് ഇതിനകത്ത് പണി കിട്ടിയിട്ടുണ്ട്, ചില ആൾക്കാർക്ക്. അത് ഞാനിപ്പോഴും ഗ്രൂപ്പിൽ പറയാറുണ്ട്, ഹെവി മൂവ്മെൻറ്റ് പോലെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മാറി നിൽക്കുക, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറും. ചെറിയ സ്റ്റോപ്പ് ലോസ് വരുന്നുള്ള സമയത്ത്. പക്ഷേ എങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടാതെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഹെവി ലോസ് ആയിപ്പോവും. ഏത് ട്രേഡ് എടുത്താലും അന്നേരത്തെ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടണം. അതല്ല നമുക്കൊരു വലിയ ഹൈയിലോട്ടാണ് സ്റ്റോപ്പ് ലോസ് ഇടണമെങ്കിൽ നമ്മൾ അതിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ട് വേണം. നമ്മുടെ ഒരു കപ്പാസിറ്റിയെ ചെയ്യാവൂ, അതിൽ കൂടുതൽ ചെയ്യരുത്. ഈ എക്സികോം എന്ന് പറയുന്ന ഷെയർ, അതുപോലെ തേജസ് നെറ്റ്, ഈ 2 ഷെയറും വന്നിട്ട് ഇതിനകത്താണ്, ASM ലിസ്റ്റിലാണ്. നോർമൽ ബ്രോക്കേഴ്സൊന്നും ഇത് ട്രേഡിങ്ങിന് കൊടുക്കത്തില്ല, ചിലർക്ക് കിട്ടും. അങ്ങനെ ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ എക്സികോം 314-317 റേഞ്ച്, അതായത് ഈ 2 റേഞ്ചിന് മുകളിൽ പോയതിന് ശേഷം ഈ 314 കട്ട് ചെയ്ത് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും ഇതിനകത്ത് കിട്ടുന്നത്. അതുപോലെ ഈ 20% വന്ന് ഈ ഷെയറിനകത്തൊക്കെ ഇപ്പം 600 ഇതിനകത്ത് R1 റേഞ്ച് നിന്ന് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ്, ഏകദേശം 5% ഉണ്ട് R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല. അതല്ല എങ്കിൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം 700-710 പോയിട്ടൊക്കെ ഈ 693 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലതായിട്ട് എൻട്രി ചെയ്യാൻ പറ്റും. അതുപോലെ ഈ JKL എന്ന് പറയുന്ന ഷെയർ ശ്രദ്ധിക്കുക. ഒന്നുകിൽ 700 മുകളിൽ പോയതിന് ശേഷം 705-710 പോയിട്ട് 703 കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രാവശ്യം എൻട്രി എടുക്കാൻ നല്ല രീതിയിൽ. അതുപോലെ ഈ ടെക്നോ ഇലക്ട്രിക് 67
ഹൈ ആണ് 61 അതിൻ്റെ R1. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ചാൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇന്നത്തെ ആവറേജ് ഇതാണ് 1033. ഒന്നുകിൽ ഇത് ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണ്, അതല്ല R1 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല എങ്കിൽ നമുക്ക് ഈ ആവറേജ് ട്രേഡ് പ്രൈസിന് താഴെ പോകുമ്പോൾ ചാൻസ് എടുക്കാം, പക്ഷേ അന്നേരം ക്വാണ്ടിറ്റി കുറച്ചേ ട്രേഡ് എടുക്കാവൂ. അതുപോലെ ഈ ITI എന്ന് പറയുന്ന ഷെയർ 318.80, 319 ഈ റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അതായത് പ്രീവിയസ് ഡേ ഹൈയും ഈ R1 തമ്മിൽ ഏകദേശം ഒരേ റേറ്റ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ചാൻസ് എടുക്കാം. അതുപോലെ ഈ ജാംന ഓട്ടോ എന്ന് പറയുന്ന ഈ ഷെയർ അതും 45, എനിക്ക് തോന്നി R2 പോയിട്ട് ഇറങ്ങുമ്പോൾ എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്, ജാംന ഓട്ടോ. അതല്ല എങ്കിൽ ഇവിടെയൊക്കെ ഈ R1 താഴെ വരുവാണെങ്കിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല, പക്ഷേ എങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചേ ചെയ്യാവൂ. അതുപോലെ ഈ ഗബ്രിയേൽ ഇന്ത്യ നല്ല മൂവ്മെൻറ്റ് കിട്ടിയാൽ 400 മുകളിൽ പോയിട്ട് ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 405 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ ആരതി സർഫെക്റ്റൻസ് എന്ന് പറയുന്ന ആ ഷെയർ, അതിൻ്റെ ആവറേജ് 742, ഈ 729. അപ്പോൾ 750 പോയിട്ട് ഈ 742 കട്ട് ചെയ്താൽ നല്ലൊരു ചാൻസ് ആയിരിക്കും ഇതിനകത്ത് ആരതി സർഫെക്റ്റൻസ് എന്ന് പറയുന്ന ഈ ഷെയറിനകത്ത്. അപ്പം മെയിനായിട്ട് ഞാൻ ബാക്കി ഷെയറുകളെല്ലാം നമ്മൾ നോർമൽ പറയുന്നല്ലോ, ഏത് ലെവലിന് മുകളിൽ പോയിട്ട് ഫസ്റ്റ് ഇറങ്ങുന്നു ചാൻസ് എടുക്കുക, അന്നേരം തന്നെ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. സ്റ്റോപ്പ് ലോസ് ഇട്ട് കളിക്കാത്തതാണ് പലർക്കും ഹെവി ലോസ് വരുന്നത്. അപ്പോൾ നോക്കി ചെയ്താൽ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. നമ്മുടെ റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്ത് വേണം നമ്മൾ ചെയ്യാൻ. അല്ലാതെ ഇപ്പോൾ ഇറങ്ങുമ്പോൾ അങ്ങനെ വെച്ച് നോക്കിയിട്ട് നമ്മളിപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പൊക്കോട്ടെ, നമുക്ക് വീണ്ടും അടുത്ത ചാൻസ് ഈസി ആയിട്ട് കിട്ടുമല്ലോ, അപ്പോൾ വീണ്ടും എൻട്രി എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷെയർ. അതിനകത്ത് മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഏജീസ് കെമിക്കലെ, ഈ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന ഈ 2 ഷെയറും നല്ല ചാൻസ് തരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ 20% ഈ ശിവാലിക്ക് എന്ന് പറയുന്ന ഷെയർ R1 മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന കണ്ടാൽ അന്നേരം വോളിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വോളിയൊക്കെ നല്ല രീതിയിലാണ് വോളിയത്തിലാണ് ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് നല്ല ചാൻസ് കിട്ടും അവിടെയൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഈ ITI എന്ന് പറയുന്ന ഷെയർ ഈ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിലും ചാൻസ് എടുക്കുക. ഇർക്കോൺ എന്ന് പറയുന്ന ഷെയറും ആവറേജിന് മുകളിൽ പോയിട്ട് വന്ന് ഈ 2 ഷെയറും ഇപ്പോൾ ഹൈ അടിക്കാതെ ഈ ലെവലിന് താഴോട്ട് മുകളിൽ പോയിട്ട് ഇറങ്ങുന്നുണ്ട്, ഈ ആവറേജിൻ്റെ അവിടെ ചാൻസ് എടുക്കാം, പക്ഷേ നമ്മൾ നോക്കിയിരിക്കണം. അപ്പം അത് ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞ ദിവസത്തെ മാർക്ക് ചെയ്തിട്ടേക്കുന്നതാണ്. നമ്മൾ ആദ്യത്തെ ഈ 3 ഷെയർ ശ്രദ്ധിക്കേണ്ട ഷെയറാണ്. പിന്നെ ഈ ആരതി സർഫെക്റ്റൻസ്, പിന്നെ ഏജീസ് കെമിക്കൽ നല്ല രീതിയിൽ ചാൻസ് വരാൻ സാധ്യത കൂടുതലാണ്, ഏറ്റവും സാധ്യത കൂടുതൽ എനിക്ക് അതിനകത്താണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളത് നോക്കി ചെയ്യുക. പക്ഷേ റിസ്ക് എപ്പോഴും ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് ഒരു പ്രാവശ്യം അടിച്ച് പോയെങ്കിൽ പോട്ടെ, പിന്നെ അടുത്ത ചാൻസ് എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ചാൻസ് വന്ന ഷെയറുകൾ നോക്കാം. നമ്മൾ ഇന്നെടുത്ത ഷെയർസിനകത്ത് നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഷെയർ ഇത്രയും ഷെയറുകളാണ് നമ്മൾ എടുത്തു വെച്ചിരുന്നത്. ഇതിനകത്ത് നമുക്ക് 10 ഷെയർ നല്ല ഒന്നാം തരമായിട്ട് ചാൻസ് വന്നിട്ടുണ്ട്. 10 ഷെയർ. ആ 10 ഷെയറിൽ കുറച്ച് ഷെയർ ഞാൻ കാണിച്ചു തരാം. 10 ഷെയർ ഇപ്പോൾ റോസൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ നല്ല ഹൈയിൽ പോയി. ഓപ്പണിങ് ഹൈ ആണ്, R2 മുകളിലാണ്. അപ്പോൾ R2 മുകളിൽ പോയിട്ട് ഇറങ്ങി, പിന്നെ ഒരു പ്രാവശ്യം പോലെ വന്നിട്ടില്ല. 508 റേഞ്ചിൽ പോയിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ 463, ഏകദേശം 40 രൂപയ്ക്ക് അടുത്ത് താഴെ വന്ന ഷെയർ. അതിനുശേഷം പിന്നെ ആ റേഞ്ചിൽ തന്നെ കിടന്ന് ആവറേജ് വരും തിരിച്ചിറങ്ങി പോകുന്നതിനടുത്ത് ട്രേഡിംഗ് ആയിരുന്നു. പിന്നെ അതിനുശേഷം KIRL PNU എന്ന് പറയുന്ന ഷെയർ, ഇത് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചില്ല. അതിന് ശേഷം തന്നെ ഇവിടെ ഒന്ന് പ്രീവിയസ് ഡേ ഹൈ അടിച്ച് തിരിച്ചിറങ്ങി നമ്മളിവിടെ 1089 എൻട്രി എടുത്താൽ നമുക്ക് 1050 ഇതെത്രയാണ് 1080, ഏകദേശം 40 ഇതിനകത്തും നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിന് ശേഷം ഹഡ്കോ എന്ന് പറയുന്ന ഷെയർ, അതും
ഫസ്റ്റ് ഇതിൽ R1 മുകളിൽ പോയി ഇറങ്ങി നമ്മൾ 240 താഴോട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ ഈ റേഞ്ചിൽ നിന്ന് ഒരു എൻട്രി എടുത്താൽ 240, 231, ലാസ്റ്റിലത് 227 വരെ വരുന്നുണ്ട്. അപ്പം 17 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം KECL, കിർലോസ്കർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് KECL, അതും ഉണ്ടല്ലേ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി. അതിന് ശേഷം ഫസ്റ്റിലൊരു ഹൈ അടിച്ചതിന് ശേഷം പിന്നെ അടിച്ചിട്ടില്ല. അവിടുന്ന് നമ്മളിവിടെ എൻട്രി എടുത്താൽ 133 എടുത്താൽ 129, ലാസ്റ്റിലത് 127 വരെ വരുന്നുണ്ട്. 6 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അടുത്തത് ACL, ആന്ധ്ര സിമെൻ്റ് എന്ന് പറയുന്ന ഷെയർ. ആദ്യം ഒരു പ്രാവശ്യം പ്രീവിയസ് ഡേ ഹൈ പോയി തിരിച്ചിറങ്ങി നമ്മളിവിടെ എൻട്രി എടുക്കേണ്ട 108 എടുത്താൽ നമുക്ക് 94 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വരുന്നുണ്ട്. പിന്നെയും പോയി പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി തിരിച്ചിറങ്ങി വീണ്ടും 98 എടുത്താൽ വീണ്ടും 95, 40, അവിടെ നമുക്ക് വീണ്ടും 3-4 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം NLC ഇന്ത്യ, എല്ലാം ഈ പറയുന്ന ഷെയർ 10 ഷെയർ ഈ ദൂരം തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. പ്രീവിയസ് ഡേ ഹൈ R1 റേഞ്ച് ഇതൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതുണ്ടല്ലേ പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് ഇറങ്ങി 253 എടുത്താൽ 245, 8 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ കണ്ടെയ്നർ കോർപ്പറേഷൻ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി 1078 എടുത്താൽ 1 മണിക്കൂർ കൊണ്ട് 1036, 40 രൂപയുടെ മുകളിൽ പ്രോഫിറ്റ് അതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നീട് ആവറേജ് ട്രേഡ് എടുക്കാൻ പറ്റിയത് ടെക് മഹീന്ദ്ര ഉണ്ടായിരുന്നു. ടെക് മഹീന്ദ്ര ആവറേജ് എനിക്ക് തോന്നുന്നു നോക്കട്ടെ 1303 പറഞ്ഞിരുന്നത്. 1303 ഈ റേഞ്ചിലൊക്കെ നമ്മൾ എൻട്രി എടുത്താൽ താഴെ 1286 വരുന്നുണ്ട്. വീണ്ടും ആ റേഞ്ച് വരുന്നുണ്ട്. വീണ്ടും അത് 1094 വരുന്നുണ്ട്. വീണ്ടും ആ റേഞ്ച് വരുന്നുണ്ട്. താഴെ വരുമ്പോൾ വീണ്ടും എൻട്രി എടുത്താൽ നമുക്ക് വീണ്ടും 15, 2-3 പ്രാവശ്യം 13, 15, 6-7 രൂപ അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ട്രേഡിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നാളെ ഷെയറുകൾ നോക്കി ചെയ്യുക. നല്ല രീതിയിൽ എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.